നോമ്പുകാലം 47 ദിവസം. ജീവിതം ഒരു സങ്കീർത്തനമായി മാറ്റിയവനാണ് യേശു. മറിയം കുഞ്ഞുനാളിൽ ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ച സങ്കീർത്തനം ജീവിതമാക്കി മാറ്റി. അവസാനം മരണത്തെ മുഖാമുഖം കണ്ട ക്രിസ്തുവിന് ചൊല്ലാൻ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: സങ്കീർത്തനം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? അങ്ങയുടെ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. നിയമങ്ങൾക്ക് മുന്നിൽ കൈ കഴുകിയവൻ ഒരു കാര്യത്തിൽ മാത്രം സംശയമില്ലായിരുന്നു: അവൻ യഹൂദരുടെ രാജാവാണെന്നതിൽ. അതുകൊണ്ടാണ് പീലാത്തോസ് കുരിശിൽ മരിച്ചവന് മുകളിൽ ഇപ്രകാരം എഴുതി വെച്ചത്: യഹൂദരുടെ രാജാവാണ് ഇത് എന്ന്. പടയാളികൾ അവന് ഒരു മുൾക്കിരീടം ചാർത്തി. പീലാത്തോസ് അവന് അധികാര പേരും പകർന്നു കൊടുത്തു. ശതാധിപൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: ദൈവപുത്രനാണ് ഇവൻ. ഇടത്തും വലത്തുമായി രണ്ടാളുകൾ. രാജാധികാരത്തിന് പെരുമ്പറ മുഴക്കിയത് ഭൂമി കുലുങ്ങിയാണ്. ഈശോ ദൈവപുത്രനാണ്. എന്നിട്ടും തന്റെ ജീവിതം അനേകർക്ക് വേണ്ടിയുള്ള ഒരു സങ്കീർത്തനമാലയാക്കി അവൻ മാറ്റി. ഈശോയുടെ മരണം കണ്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റു കണ്ണുനീര് പോലും വീഴുന്നില്ലെങ്കിൽ ഓർത്തുകൊള്ളുക, ക്രിസ്തു നിനക്ക് ഇന്നും മറ്റാരോ ഒക്കെയാണ്.